ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത കല്യാണി. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സൌഹൃദ വികസനത്തിന്റെ മാതൃക ഇന്ത്യ ലോകത്തിന് പകർന്നു നൽകിയതായി പ്രധാനമന്ത്രി. പശ്ചിമബംഗാളിൽ 7,200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. വയനാട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. രൂക്ഷ പ്രതികരണവുമായി കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള നേതാക്കൾ. കുടുംബത്തോടൊപ്പമെന്ന് മുഖ്യമന്ത്രി. ഓസ്ട്രേലിയയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് മികച്ച അവസരമൊരുങ്ങുന്നു. തിരുവനന്തപുരം കേന്ദ്രമാക്കി കേരള ഓസ്ട്രേലിയൻ സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെട്ട സെൽ സ്ഥാപിക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ റെക്കോർഡ് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1245 പോയിന്റ് ഉയർന്നു. നിഫ്റ്റിക്ക് 356 പോയിന്റ് നേട്ടം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗോവ അസം മത്സരം സമനിലയിൽ. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് UP വാരിയേഴ്സ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും 2047 വികസിത ഭാരതം എന്നതാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ അരാംബാഗിൽ 7,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സൌഹാർദ്ദ വികസനത്തിന്റെ ശരിയായ മാതൃക ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവജനങ്ങൾ എന്നിവർക്കാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നാളെ പശ്ചിമബംഗാളിലെ കൃഷ്ണനഗറിൽ പ്രധാനമന്ത്രി 15,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വെറ്റിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അതേസമയം കേസന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചു. മരണത്തിന് കാരണമായ റാഗിംഗിലുണ്ടായ 6 വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തു. നേരത്തെ 12 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ പ്രതികരണവുമായി വിവിധ നേതാക്കൾ രംഗത്ത് വന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥിന്റെ വസതിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ചില ശക്തികൾ അക്രമം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ അക്രമം അവസാനിപ്പിക്കണമെന്നും സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി രക്ഷിതാക്കളെ അനുശോചനം അറിയിച്ച ശേഷം ഗവർണർ പറഞ്ഞു. സമൂഹം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയാണെന്നായിരുന്നു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധി ജോഡോ യാത്ര അവസാനിപ്പിച്ച് തന്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്നും അദ്ദേഹം വിമർശിച്ചു. വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നത് കാട്ടുനീതിയെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ആൾക്കൂട്ട വിചാരണ നടത്തി ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നവരെ സംരക്ഷിക്കുന്ന CPM കാട്ടുനീതിയുടെ കാവൽക്കാരാവുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിച്ച് പ്രതികളായ SFI പ്രവർത്തകരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായവരെ CPM സംരക്ഷിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സംഭവത്തിൽ SFIക്ക് പങ്കില്ലെന്ന മന്ത്രി P രാജീവിന്റെ പ്രസ്താവന കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന് വ്യക്തമാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ മന്ത്രി ആശ്വസിപ്പിച്ചു. സർക്കാർ വിദ്യാർത്ഥിയുടെ കുടുംബത്തോടൊപ്പമാണെന്ന മുഖ്യമന്ത്രിയുടെ സന്ദേശം മന്ത്രി സിദ്ധാർത്ഥിന്റെ പിതാവിനെ അറിയിച്ചു. പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിലുള്ള പോലീസിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC അറിയിച്ചു. ഓസ്ട്രേലിയയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് മികച്ച അവസരമൊരുങ്ങുന്നു. ഇതിനായി തിരുവനന്തപുരം കേന്ദ്രമാക്കി കേരള ഓസ്ട്രേലിയൻ സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെട്ട പ്രത്യേക സെൽ സ്ഥാപിക്കും. തിരുവനന്തപുരത്ത് ഓസ്ട്രേലിയൻ സർക്കാർ പ്രതിനിധി സംഘവുമായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. കാർഷിക ജൈവ സംരക്ഷണം സുസ്ഥിര വികസനത്തിലൂടെ സാധ്യമാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പുത്തൂർ വയൽ MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിൽ നടക്കുന്ന 8ാമത് വയനാട് വിത്തുത്സവം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിത്തുത്സവം ടൂറിസം മേഖലയുമായി ചേർത്തുവെക്കുമെന്നും വയനാട് ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രധാന ടൂറിസം കേന്ദ്രമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി J ചിഞ്ചുറാണി. പുത്തൂർ വയൽ MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിൽ നടക്കുന്ന വിത്തുത്സവത്തിൽ വിത്തുപുരയുടെയും പ്രദർശനശാലകളുടെയും ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങളിൽ PSC മാതൃകയിലുള്ള സംവരണം നടപ്പാക്കാൻ ഉത്തരവ്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളുടെ യോഗമാണ് തീരുമാനമെടുത്തത്. തുടർന്ന് സർക്കാർ ഉത്തരവ് ഇറക്കുകയായിരുന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് UP വാരിയേഴ്സ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 25 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗോവ അസം മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും 3 ഗോൾ വീതം നേടി. ഇതോടെ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിലെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി. സർവീസസ് ആണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാർ. ഗോവ രണ്ടാമതും കേരളവും അസമും യഥാക്രമം 3ഉം 4ഉം സ്ഥാനങ്ങളിലാണ്. നാളെ B ഗ്രൂപ്പിലെ മത്സരങ്ങൾ പൂർത്തിയാകുന്നതോടെ മാത്രമേ ക്വാർട്ടർ റൗണ്ട് ചിത്രം വ്യക്തമാകൂ. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ ജംഷഡ്പൂരിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു FCയുമായി മത്സരിക്കും. നിലവിലെ പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ് കേരളം. രാജ്യത്തെ ഓഹരി വിപണികളിൽ റെക്കോർഡ് നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1245 പോയിന്റ് ഉയർന്ന് 73,745-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 356 പോയിന്റ് നേട്ടത്തിൽ 22,339-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 30 രൂപ കൂടി 5,790-ഉം പവന് 240 രൂപ വർദ്ധിച്ച് 46,320 രൂപയുമാണ് ഇന്നത്തെ വില. കേന്ദ്ര സർക്കാരിന് കീഴിൽ വനിതകൾക്കായുള്ള നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും നെഹ്റു യുവകേന്ദ്ര സംഘാതനുമായി ചേർന്ന് നാളെ തൊഴിൽ മേള സംഘടിപ്പിക്കും. കഴക്കൂട്ടം നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമനിൽ നടക്കുന്ന മേള കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതി സൌഹൃദ വികസനത്തിന്റെ മാതൃക ഇന്ത്യ ലോകത്തിന് പകർന്നു നൽകിയതായി പ്രധാനമന്ത്രി. പശ്ചിമബംഗാളിൽ 7,200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. വയനാട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. രൂക്ഷ പ്രതികരണവുമായി കേന്ദ്രമന്ത്രിമാരടക്കമുള്ള നേതാക്കൾ. കുടുംബത്തോടൊപ്പമെന്ന് മുഖ്യമന്ത്രി. ഓസ്ട്രേലിയയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് മികച്ച അവസരമൊരുങ്ങുന്നു. തിരുവനന്തപുരം കേന്ദ്രമാക്കി കേരള ഓസ്ട്രേലിയൻ സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെട്ട സെൽ സ്ഥാപിക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ റെക്കോർഡ് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1245 പോയിന്റ് ഉയർന്നു. നിഫ്റ്റിക്ക് 356 പോയിന്റ് നേട്ടം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗോവ അസം മത്സരം സമനിലയിൽ. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് UP വാരിയേഴ്സ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.